ഫെയർവെല്ലാണ് ഗൈസ്. ഫെയർവെല്ലാണ് ഗൈസ്. ഞങ്ങൾ മാത്രം. അങ്ങനെ ഞങ്ങളുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര കുറച്ച് ആൾക്കാർ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ടീച്ചേഴ്സ് അവരുടെ ഞങ്ങളെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. പിന്നെ ഇതെൻ്റെ ക്ലാസ്സിൽ പാട്ട് പാടുന്ന കൊച്ചാണ് നയന. നല്ല രസമായിട്ടുള്ള പാട്ട് പാടും. നല്ല രസം കേട്ടിരിക്കാൻ. അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് പിന്നെ സ്റ്റുഡൻസ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഗൈസ്, ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആക്ച്വലി ഇവളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഇവൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഇവൾ വേറെ കോഴ്സ് വേണ്ടി പഠിക്കാൻ വേണ്ടി പോയി. ഇവൾ പറഞ്ഞ് ഇവളുടെ സൗണ്ട് ഇടറിയപ്പോഴത്തേക്കും കരയാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഞാൻ, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ ആകെ ഒരുമാതിരി. എനിക്കൊരു സങ്കടം വന്നിട്ടുണ്ടായില്ല. വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പഠിക്കാനും പോയി തുടങ്ങി, ഞാൻ മാത്രമേ അതിൽ പഠിക്കാൻ പോകാണ്ടിരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് സങ്കടം വന്നു. അതിനുശേഷം പിന്നെ പാർവതി എന്ന് പറയുന്ന കൂട്ടുകാരി സംസാരിച്ചു. അതിനുശേഷം എൻ്റെ ഊഴം വന്നപ്പോൾ ഞാനും സംസാരിച്ചു. കരഞ്ഞു ഗൈസ്, നിന്ന് കരഞ്ഞു. ഞങ്ങളങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാതിരിക്കുകയാണ് ഗൈസ്. തട്ട് കൊടുക്കുമല്ലോ എല്ലാവരും. നിങ്ങളാരാ? നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. വീഡിയോയിൽ ഭയങ്കര കുറച്ച് ആൾക്കാരെ മാത്രമേ നിങ്ങൾ കാണുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും വന്നില്ല. ട്രിപ്പിന് പോയ ആകെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഉള്ളവർ വെച്ചിട്ട് ഫെയർവെൽ നടത്താമെന്നുള്ളൊരു മൈൻഡിൽ ഞങ്ങളങ്ങനെ നടത്തി. പിന്നെ ഇനി എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. ഭയങ്കര കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളത്. ടീച്ചറൊക്കെ ഇരിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ വെറുതെ എടുത്ത് വെച്ച വീഡിയോസ് ആയിരുന്നു ആക്ച്വലി ഇതെല്ലാം. പിന്നെ ഇത് ക്ലാസ്സിലെ ബോയ്സാണ്. അവരാണ് ഫുഡൊക്കെ ഞങ്ങൾക്ക് വിളമ്പിയൊക്കെ തന്നത്. ഗ്രീൻ ഫ്ലാഗാണ് ഗൈസ് ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സ്. അങ്ങനെ അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. ഞങ്ങളുടെ കോളേജിൽ നോൺ വെജ് അലോഡല്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസും ചില്ലി ഗോബി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് സർപ്രൈസ്. ഇവൾ തന്നെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളുടെ പേര് ജ്യോതിഷ. അവൾ രാത്രി കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നതാണ് ഗൈസ്. ശരിക്കും ആദ്യം ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കരച്ചിലൊക്കെ വന്നു. പിന്നെ ഞങ്ങളിത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവം, രാത്രി മൊത്തം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരുന്നു ഗൈസ്. അയ്യോ, അത് കണ്ടപ്പോഴത്തേക്കും ഈ സാധനം കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങളുടെ ഒരു പോളറൈഡ്സ് വെച്ചിട്ടൊരു ഞങ്ങളുടെ ഒരു ഫോട്ടോ ആയിരുന്നു പോളറൈഡ്സ് വെച്ചിട്ട്. അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ തന്ന് ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ഇപ്പം ഓരോരുത്തരായിട്ട് കരഞ്ഞു തുടങ്ങും ഗൈസ്. കാരണം എല്ലാവർക്കും അങ്ങോട്ട് പറ്റണ്ടായില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ കരയുമല്ലോ, അതാണ് അവിടെ ഉണ്ടായത്. ഇനി ഓരോരുത്തരുടെ കരച്ചിലൊക്കെയാണ് നടക്കാൻ പോണത്. ഞങ്ങളത് കണ്ടപ്പോൾ തന്നെ അവളെ ഓടി വന്ന് ഹഗ് ചെയ്തു. കാരണം അവളുടെ എഫോർട്ടിനെ നമ്മൾ ഇത് ചെയ്യണമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ അവൾ കരഞ്ഞു. ഞങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോഴത്തേക്കും അവൾ കരഞ്ഞു. എന്നിട്ട് അവളിങ്ങനെ പറയുകയാണ്, ഇങ്ങനെ രാത്രി മൊത്തം ഞങ്ങൾ ഇത് ചെയ്തതാണ്, ഗിഫ്റ്റ് തരണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഇത് ചെയ്താണ് തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ സാധനമാണ് അവൾ ഞങ്ങൾക്ക് തന്നത്, ഞങ്ങളുടെ ഒരു ഫോട്ടോ. പിന്നെ ഇതൊരു പോളറൈഡ്സ് പോലത്തെ ഞങ്ങളുടെ അടിപൊളി ഫോട്ടോസാണത് രണ്ടും. പിന്നെ എല്ലാവരും ഇങ്ങനെ കരഞ്ഞിരിക്കണതാണ് കാണുക. ആകെ ഗ്രീൻ മാത്രമേ കരയാണ്ടിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. ഇതാണ് അപ്പം ഓവറോൾ ഞങ്ങളായിരുന്നു ഒരു ഗ്യാങ് ക്ലാസ്സിൽ. അത് ഭയങ്കര കമ്പനിയായിരുന്നു. എന്ത് ചെയ്യാനാണ്. പിന്നെ ഓരോരുത്തർ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ പഠിക്കാനൊക്കെ പോയി. അങ്ങനെ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് ജ്യോതിഷ ഗിഫ്റ്റൊക്കെ തന്നു ഗൈസ്. ഇമോഷണലായിപ്പോയി ഞങ്ങളെല്ലാവരും. ജ്യോതിഷ കരഞ്ഞു ഗൈസ്. ജ്യോതിഷം കരഞ്ഞു, അപ്പും കരഞ്ഞു, കണ്ണാപ്പിയും കരഞ്ഞു. ഞാൻ കരഞ്ഞില്ല ഗൈസ്. അമ്മ എന്തിട്ടുണ്ട്
അപ്പൊ കഴിച്ച് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് തരാം. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോരാണ്. ഞങ്ങളുടെ വരാന്തകളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് ചെറുതായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് എല്ലാവരും പോവും. അപ്പം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, കണ്ടോ ഞങ്ങളുടെ ശങ്കര നല്ല അടിപൊളിയാണ് ഗൈസ് മഴയത്ത്. അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഫ്രണ്ടിൽ 2 പേരും ഓൾറെഡി മുന്നേ പോയി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബായ്.